അത്യാസന്ന നിലയിലുള്ള രോഗികളുമായി പോകുന്ന ആംബുലൻസുകൾ ഗതാഗതക്കുരുക്കിൽപ്പെടുന്നത് ഇന്ന് നിത്യസംഭവമായിരിക്കുന്നു. ഓരോ സെക്കൻഡും വിലപ്പെട്ട ഇത്തരം സന്ദർഭങ്ങളിൽ മിനിറ്റുകൾ വൈകുന്നത് ഒരു ജീവൻ തന്നെ നഷ്ടപ്പെടുത്താൻ കാരണമാകും. എന്നാൽ ഈ പ്രതിസന്ധിക്ക് പരിഹാരവുമായി എത്തിയിരിക്കുകയാണ് കണ്ണൂർ പഴയങ്ങാടിയിലെ അബ്ദുൽ ഹാദി. 14 വയസ്സേ ഉള്ളൂ ഈ അബ്ദുൽ ഹാദിക്ക് കേട്ടോ. ഇതെന്ന് പറയുമ്പോൾ ഒരു RFID ബേസ്ഡ് ട്രാഫിക് കൺട്രോൾ സിസ്റ്റം പ്ലസ് സ്മാർട്ട് ആംബുലൻസ് സിസ്റ്റമാണ്. ഇവിടെ ഒരു റേഡിയോ ഫ്രീക്വൻസി കാർഡ് ഉണ്ട്. ഇതിനാ സാധാരണ ആംബുലൻസിലാണ് ഘടിപ്പിക്കുക. ഇപ്പോൾ ഈ ആംബുലൻസ് ഈ റോഡിൻ്റെ അടുക്കേ പോകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ റേഡിയോ ഫ്രീക്വൻസി കണ്ടെത്തിയിട്ട് ബാക്കിയുള്ള 3 ട്രാഫിക്കും ബ്ലോക്കാക്കി ഈ ആംബുലൻസ് വരുന്ന ട്രാഫിക്ക് മാത്രം ഗ്രീൻ ആക്കും. അപ്പോൾ ഈ സാധാരണ ഇങ്ങനത്തെ ഒരു ട്രാഫിക് പോയിട്ട് 5 മിനിറ്റ് ചുരുങ്ങിയത് പോകും. അപ്പോൾ മാക്സിമം ഇത്തരം സിറ്റുവേഷനിൽ 5 മിനിറ്റ് വരെ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. ട്രാഫിക് സിഗ്നലുകളിലും തിരക്കേറിയ നിരത്തുകളിലും ആംബുലൻസുകൾ കുടുങ്ങിക്കിടക്കുന്നത് നിത്യ കാഴ്ചയാണ്. വെറും മിനിറ്റുകളുടെ വൈകൽ കാരണം മാത്രം ജീവൻ പൊലിഞ്ഞുപോയ അനേകം മനുഷ്യർ. 9ാം ക്ലാസ്സുകാരനായ ഹാദിയുടെ ഈ കുഞ്ഞു ബുദ്ധിയിൽ വിരിഞ്ഞ സ്മാർട്ട് ആംബുലൻസ് യാഥാർത്ഥ്യമായാൽ അത് രാജ്യത്തെ ആരോഗ്യ ഗതാഗത മേഖലയിൽ വിപ്ലവകരമായ മാറ്റമാകും കൊണ്ടുവരിക. സാധാരണ ഇപ്പോൾ നമ്മൾ നഗരത്തിലെല്ലാം ഇപ്പോൾ ഒരു അടിയന്തരമായിട്ടൊരു ആംബുലൻസ് വിളിച്ചാൽ സാധാരണ നഗരത്തിലെ ട്രാഫിക് പെട്ടിട്ട് വൈകിയാണ് ആശുപത്രിയിൽ എത്താറ്. അതുമാത്രമല്ല, നമ്മൾ ഇന്ത്യയിൽ പ്രതിദിനം 24,000 ആളുകൾ ഇത് കാരണം മരണപ്പെടുന്നുണ്ട്. അപ്പോൾ അതിനെന്തിനൊരു സൊല്യൂഷൻ ഉണ്ടായിക്കൂടാന്നുള്ള രീതിയിൽ ഈ പ്രൊജക്റ്റ് ഉണ്ടാക്കിയത്. ആംബുലൻസിന് സുഗമമായ പാതയൊരുക്കുക എന്നത് മാത്രമല്ല ഈ സംവിധാനത്തിന്റെ പ്രത്യേകത. രോഗി ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപേ തന്നെ ആരോഗ്യനിലയെക്കുറിച്ചുള്ള സുപ്രധാന വിവരങ്ങൾ ഡോക്ടർക്ക് കൈമാറാനും വീഡിയോ കോൾ വഴി വിദഗ്ധ നിർദ്ദേശങ്ങൾ തേടാനും ഇതിൽ സൗകര്യമുണ്ട്. സ്കൂൾ ശാസ്ത്രമേളയിൽ ഉൾപ്പെടെ വലിയ പ്രശംസയാണ് ഹാദിയുടെ ഈ കണ്ടുപിടുത്തത്തിന് ലഭിച്ചത്. ഇതിലിപ്പോൾ ഒരു LCD സ്ക്രീൻ ഉണ്ടാവും. നമുക്ക് ഇവിടെ നിന്ന് തന്നെ സെലക്ട് ചെയ്യാൻ പറ്റും. ഏത് ആശുപത്രിയിലേക്കാണ് പോകുന്നത് നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ രോഗിയുടെ കണ്ടീഷൻ നമുക്ക് എന്താണ് സെലക്ട് ചെയ്യാൻ പറ്റും. അതിനുശേഷം രോഗിയുടെ ഹാർട്ട് റേറ്റ്, ടെമ്പറേച്ചർ അങ്ങനെ കാര്യങ്ങളെല്ലാം ഒന്ന് വന്നിട്ടുണ്ടാവും. അതിനുശേഷം സെൻഡ് എന്നുള്ള ബട്ടൺ അമർത്തിയാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഏത് ആശുപത്രിയാണോ സെലക്ട് ചെയ്ത് അവിടത്തേക്ക് SMS ആയിട്ടും എമർജൻസി അലേർട്ടായിട്ടും പോകും. തന്റെ ഈ കണ്ടുപിടുത്തം സമൂഹത്തിന് ഉപകരിക്കുന്ന രീതിയിൽ കൂടുതൽ വികസിപ്പിക്കണമെന്നാണ് ഹാദിയുടെ ആഗ്രഹം. ഈ സ്മാർട്ട് ആംബുലൻസ് സംവിധാനത്തിന്റെ പേറ്റന്റ് സ്വന്തമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ കൊച്ചുമിടുക്കൻ. ഇതിനായി സർക്കാരിന്റെയും അധികൃതരുടെയും പിന്തുണ കൂടി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അബ്ദുൽ ഹാദിയും കുടുംബവും. 24 കണ്ണൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.